ഏയ് ഒന്നുമില്ല. അവരെ വിളിച്ചോ? ആരെ ആരെ വിളിച്ചോന്ന് ചോദിച്ചു. അമ്മേനെയും ചമ്മന്തിനെയും വിളിച്ചോന്ന്. അമ്മയും ചമ്മന്തി വിളിച്ച് കിട്ടണില്ലേ? ഞാൻ നിന്റെ ആ മാങ്ങാത്തുലിനോട് കൂടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞല്ലേ. അവൻ നേരെ അവരെ കൊണ്ടുപോയിട്ട് അവിടെ ഹോസ്പിറ്റലാക്കിയിട്ട് വേറെ നുണയും പറഞ്ഞ് തിരിച്ചു പോകുന്നു. ഇപ്പോ വേറെ ആരെങ്കിലും ക്ലീറ്റോന്റെ കൂടെ ഒറ്റയ്ക്ക് വിടുവോ? ഞാൻ അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വന്നതാ. ഇപ്പൊ എടി അവനെ ഏറ്റെടുത്താണെന്ന് ഞാൻ അമ്മയും കൊണ്ട് പോയിരുന്നല്ലേ. അപ്പൊ അളിയ ഓഫീസിൽ പൊക്കോ, ഞാൻ പൊക്കോളാം. എന്റെ ഏതൊരു ഫ്രണ്ടാണ് ഡോക്ടർ. ഇത്രയും നാളായിട്ട് ക്ലീറ്റോന്റെ സ്വഭാവം മനസ്സിലായിട്ടില്ലേ കനക? എന്തെങ്കിലും ഒരു കാര്യം ആ മനുഷ്യൻ മര്യാദക്ക് ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് എല്ലാം വിശ്വസിക്കുകയും ചെയ്യും, എന്നിട്ട് എല്ലാ തലവേദനയും വരുത്തി തലയിലേറ്റി വെച്ച് നടക്കുകയും ചെയ്യും. ഇനിയിപ്പോ ഏതായാലും വരട്ടെ. വരാനൊന്നും നിക്കണ്ട, നീ പോയിന്ന് നോക്കിക്കേ. പിന്നെ എനിക്ക് വേറെ പണിയില്ല. എടാ അമ്മയ്ക്ക് വല്ല തലയും കറങ്ങി അവള് ഒറ്റയ്ക്ക് എന്ത് ചെയ്യൂന്ന്? അവള് പിടിച്ചാ നിക്കൂല. ചെല്ല് കനക. എന്നാ പിന്നെ നഖം കടിച്ചിരുന്നോടാ. എന്നാ എന്നോട് പറ, അതും ചെയ്യൂല. ഒന്നിനും കൊള്ളാത്ത ആ മനുഷ്യനെ കൊണ്ടുവന്ന് പറഞ്ഞു വിട്ടേക്കാണ് അവരുടെ കൂടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നീ ഒന്ന് പോയാ ഇവിടുന്ന്. വാ എന്നാ ഭക്ഷണം കഴിച്ചിട്ട് പോവാ. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടോ. തുടങ്ങി വരാൻ ഭക്ഷണം വേണ്ട. ഇനി ഞാൻ അവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോ അവന്റെ മോന്തി മോറും കാണണ്ടേ? എന്നിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് വീണ്ടും വഴക്കാവും. എന്തിനാണ് വെറുതെ വേണ്ടാത്ത വയ്യാവേലി തലയിലേറ്റ് വെക്കാൻ നിൽക്കണത്? എനിക്ക് വയ്യ, എനിക്ക് ഇത്തിരി സമാധാനം വേണം. നീ പോയാ വേണ്ട, ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. എന്നാ തിന്നുവോ? വേണ്ടാന്ന്, ഭക്ഷണം വരും. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ അളിയനും കീരിയും പമ്പും പോലെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ വല്ല വഴിക്ക് ഇറങ്ങി പോട്ടാ. അയ്യോ, നീ ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയപ്പോ ഞാൻ അനുഭവിച്ചോണ്ടിരിക്കണത്. എടാ വാട, എനിക്ക് വേറെ പണിയണ്ടടാ, വന്ന് കഴിച്ചിട്ട് പോടാ കനക. വേണ്ടടി, ഞാൻ ഫാസിൽ കൊണ്ടുവരും. നീ കാണിക്കണത് ഭയങ്കര വൃത്തിയേടാണ് ട്ടാ കനക. എടാ തൊട്ടപ്പുറത്തല്ലേടാ, നിന്റെ കൂടപ്പുറപ്പല്ലേ ഞാൻ. എന്നിട്ട് എന്റെ അടുത്ത് നിന്ന് കഴിക്കാൻ നിനക്ക് കഴിയൂല. കടയിൽ നിന്ന് മേടിച്ച് വിഴുങ്ങണം. അല്ല, ഇതിപ്പോ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞും പോയി. നീയും കൂടി ഉണ്ടാവുന്ന കരുതിയിട്ടല്ലേ ഞാൻ ഈ ഇല്ലാത്ത നേരത്ത് ഈ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കാൻ നടക്കണേ. എടാ വരാൻ. ഇതിപ്പോ അവൻ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലേ, ഇനി അത് വേസ്റ്റ് ആക്കണ്ടേ? വേണ്ട, വേസ്റ്റ് ആക്കണ്ട. നമ്മളൊക്കെ പാവങ്ങളാണല്ലോ, നിനക്ക് ഇറങ്ങൂലായിരിക്കും. തിന്നണ്ട നീ. നീ എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ അടുത്തോട്ട് പാടാ. മൈൻഡ് ചെയ്യില്ല. ഇന്ന് ഇച്ചിരി കറികൾ കുറച്ചുള്ള ഹോട്ടലിൽ നിന്ന് അളിയെ ഉണ്ണുന്നേ. ഇത്രയും കഴിച്ചാൽ മതി. കള്ളായി ദിവസവും ഈ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറച്ചി തിന്ന് അവനാണ് മൃഗീയ സ്വഭാവമായി മാറിയത്. അളിയൻ്റെ ഊണ് റെഡി. അളിയോ എന്താ? ഞാനേ ഗേറ്റിൻ്റെ അവിടെ നിന്നപ്പോൾ ഒരു ചെക്കൻ കൊണ്ട് തന്നിട്ട് പോയി. ഫാസിൽ കൊടുത്തു വിട്ടാന്ന് പറഞ്ഞു. ഊണെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഫാസിലിനോട് ഞാൻ ബിരിയാണി എന്നാണല്ലോ പറഞ്ഞു. ചിലപ്പോൾ തീർന്നു കാണും. ആൾക്കാർക്ക് എല്ലാം ബിരിയാണി മതിയല്ലോ, കോഴിയും ആടും. ഞാൻ ഇച്ചിരി കഞ്ഞി കുടിച്ചളയാ, അത് മതി. ബിരിയാണി കഴിക്കും. അനങ്ങാതിരിക്കുക തക്കളി. ഒന്ന് കളിക്കാൻ പൊയ്ക്കോട്ടെ. വേണ്ട, രാത്രി ചെയ്യാമാ. ഓ അവിടെ തലവേദന മാറിയാ? തലവേദന മാറിയോന്ന്? തലവേദന ഇനി ഇച്ചിരി ഒന്ന് കിടന്നാലേ ചിലപ്പോൾ മാറും. ഭക്ഷണം കഴിക്കാനായിട്ട് ഇനി ഇന്ന് കഴിക്കുന്ന ഞാൻ ചോറെടുക്കാം. ഗ്യാസ് കയറിയിട്ടാണ് വേണ്ടടി. കുറച്ച് കഴിഞ്ഞിട്ടേ ഒന്ന് കിടന്നെഴുന്നേറ്റിട്ട് കഴിക്കാം. എന്റെ ക്ലീറ്റോ, ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോ. വേണ്ട പറഞ്ഞില്ലേ തങ്ക, ഞാൻ മനുഷ്യന് ആഹാരം കഴിക്കാൻ തലയ്ക്ക് ഇതൊരു ഇത് വേണ്ടേ? അല്ലാതെ ഞാൻ ഇരുന്ന് കഴിച്ചാ രുചി അറിയണ്ടേ? തക്കളിയേ,
എന്നാ മോൻ വാ ചോറ് തരാം. എനിക്ക് ചോറ് വേണ്ട, എനിക്ക് ബിരിയാണി മതി. എന്ത് ബിരിയാണി? വന്നേ നീ എന്തെന്ന്? എന്താ അമ്മ? എന്ത് ബിരിയാണി? ബിരിയാണി ഡാഡി നാളെ വാങ്ങിച്ചോണ്ട് തരാം. എനിക്ക് പോണം. നല്ല വീക്ക്. ഇവിടെ എവിടെയാണ് ബിരിയാണി ഇരിക്കണത്? മാത്രം കഴിച്ചിട്ട് ചുമ്മാ എനിക്ക് മാത്രം തരാതിരിക്കണം എന്തിനാ? ആര് കഴിച്ച്? പിന്നെ അവിടെ വേസ്റ്റ് വന്നതാ. എന്റെ എവിടെ വേസ്റ്റ്? അവിടെ കാണിച്ചു തരാം ഞാൻ. പിന്നെ വേസ്റ്റ് അത് കുറച്ച് എല്ല് മാത്രമല്ലേ ഉള്ളൂ മക്കളെ. അല്ല ഞാനും കണ്ട് അവിടെ വേസ്റ്റ് കിടക്കണുണ്ട് എല്ല്. നിങ്ങൾ മനഃപൂർവ്വം കഴിച്ചിട്ട് എനിക്ക് എന്റെ കുഞ്ഞെ നിനക്ക് തരാതെ അമ്മയും ഡാഡി കഴിച്ചോടി. അല്ല അത് കാക്ക എടുത്തോണ്ടിട്ടായിരിക്കും തന്നെ. ഇത്രയും വേസ്റ്റ് കൊണ്ടിടോ? അയ്യോ അതിലതിന് ഞാൻ വരാം പോ. ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് ചളവായി കൊച്ചിന്റെ കാര്യം.